ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്താൽ നിങ്ങളുടെ വ്യക്തിയുടെ റിയാക്ഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി എന്ന് നിങ്ങളുടെ വ്യക്തി അറിയുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതൊന്ന് അറിയാൻ ശ്രമിക്കാം. തണ്ടർബോൾട്ട്, control, possibilities, fighting, comparison. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എനർജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്. പരസ്പരം ഉള്ള ഒരു ഫൈറ്റിംഗ് എനർജി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ തീർച്ചയായിട്ടും ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നൊരവസ്ഥ, പരസ്പരം കുറച്ചൊന്ന് ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു എനർജിയൊക്കെ നമുക്ക് കാണാം. ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം കുറച്ചും കൂടി ഒന്ന് ബലം പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സഡനായിട്ട് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ അതുവരെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യത്തിനൊരു മാറ്റം സംഭവിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ പാർട്ട്ണറെ കുറിച്ചുള്ള പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉണ്ടാവുക. അങ്ങനെയുള്ള എന്തൊക്കെയോ സംഗതികൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടേണിങ് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സഡനായിട്ട് ഉണ്ടായിട്ടുള്ള ഷിഫ്റ്റ് ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ ഒരു തൃപ്തിക്കുറവ് നല്ലതുപോലെ ഉള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാം. അതുതന്നെയായിരിക്കാം ഇതിനകത്ത് തടസ്സങ്ങളും, അല്ലെങ്കിൽ പരസ്പര വിശ്വാസക്കുറവോ, നിങ്ങൾ തമ്മിലൊരു ബാരിയർ വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത് ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു എനർജി നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ളൊരു കമ്പാരിസൺ നടക്കുന്നുണ്ടാവാം. നേരത്തെ എത്ര നല്ലതായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ്, ഇപ്പം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ പോകുന്നുണ്ടാവാം. അതുമാത്രമല്ല തേർഡ് പാർട്ടി എനർജിയൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങളെയും തമ്മിലൊരു കമ്പാരിസൺ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാനായിട്ട് കഴിയുന്നത്. അത്ര സുഖകരമായിട്ടുള്ള അന്തരീക്ഷമല്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു മാറ്റം വേണമെന്ന് ഇതിനകത്ത് ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു എനർജിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹവും കാണാം, ഇപ്പോഴത്തെ ഒരു അവസ്ഥ തൃപ്തികരമല്ലെങ്കിൽ കൂടി. അപ്പം അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരുന്നില്ല എന്ന് അവരറിയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു റെസ്പോൺസ് എന്നുള്ളത്. ഇപ്പം എന്താണെന്നുണ്ടെങ്കിൽ അത്ര തൃപ്തികരമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല ഈ ഒരു വ്യക്തി. എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. 6 of Wands,
Eight of Pentacles, Devil, Five of Pentacles, Emperor, Seven of Swords, Temperance, Page of Cups, Six of Swords, Three of Pentacles, King of Wands, Three of Wands, King of Pentacles, Page of Pentacles, Four of Swords, and the Lovers. ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എടുത്തപ്പോൾ അവിടെ ഒരു ബാരിയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് മോഡുണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയൊക്കെയാണ് പോകുന്നത്. അത്രയും തൃപ്തികരമല്ല എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ കൂടിയും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോകുന്നു എന്ന് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു മാറ്റം നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിഷ്യൽ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സിക്സ് ഓഫ് വാൺസ്, എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ പോലെയുള്ള എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ഈഗോ വിട്ടൊരു കളിയില്ല, അല്ലെങ്കിൽ പുറമെ അത്രയും സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടൊക്കെ കാണിക്കുന്ന എനർജീസാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല അവർ കൂടുതലായിട്ട് അവരുടെ വർക്കിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന എനർജിയാണ്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറുകയാണ്, അല്ലെങ്കിൽ അവരെ നിന്ന് ഒഴിവാവുകയാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ തീർത്തും എനിക്കതൊരു പ്രോബ്ലമേ അല്ല, ഞാൻ എൻ്റേതായിട്ടുള്ള വഴികളിലൂടെ പോകും എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ എനിക്ക് വേറെ ശ്രദ്ധിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് എന്നവർ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു എനർജിയാണ്. അവരുടെ ഒരു ഈഗോ ഹേർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നേ ഇല്ല. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇന്നർ മൈൻഡ് സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, അവർക്ക് വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല നിങ്ങളെ വിട്ട് കളയാന്നുള്ളത്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒബ്സഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നുന്ന ഒരു എനർജിയാണ്, ഒരു അഡിക്ഷൻ തോന്നുന്ന എനർജിയാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആ ഒരു സങ്കടമൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതായത് അവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിനകത്ത് നല്ല രീതിയിലുള്ളൊരു പെടച്ചിലുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമമുണ്ടോ, എന്നോടിങ്ങനെ കാണിച്ചല്ലോ എന്നൊക്കെയുള്ള ഒരു വിഷമമുണ്ട്. എന്നാൽ ഇത് അവരായിട്ട് പർപ്പസ്ഫുള്ളി നിങ്ങളെ മറക്കാം, അല്ലെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നുള്ളൊരു സംഗതി പുറമെ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ മൈൻഡ് സെറ്റിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കൂടുതലും നിങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതെ, എംബറർ എനർജി ആൻഡ് സെവൻ ഓഫ് സോഡ്സ് ആണ്. ഇവിടെയും ആ ഒരു സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. പുറമേ ഈ ഒരു പേഴ്സൺ, പ്രത്യേകിച്ച് നമുക്കിവിടെ ഈ ഒരു എനർജി കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ വളരെ ബോൾഡായിട്ട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കോട്ടം തട്ടിയതായിട്ടോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഈ ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ട്, വിഷമം തോന്നുന്നുണ്ട്, അവർ വിചാരിച്ചിട്ടും നിങ്ങളങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നൊന്നും പറയാനായിട്ട്, തുറന്ന് പറയാനൊന്നും ആ പേഴ്സൺ ഒരിക്കലും സന്നദ്ധത കാണിക്കുന്ന ഒരു എനർജിയല്ല. തീർച്ചയായിട്ടും അവരവരുടെ ആ ഒരു നിലപാട് വിട്ടൊരു കളിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ പോയിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കും പുറമെ പ്രകടിപ്പിക്കുന്നത്. അത്രയും ഒരു സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടിരിക്കുന്ന അവസ്ഥ കാണാം. ഒരുപക്ഷെ നിങ്ങളെ സ്പൈ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനൊക്കെ ശ്രമിക്കും. പക്ഷേ അതെല്ലാം ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ ഹൈഡിങ് ആയിട്ടാണ്. അവരുടെ ഇമോഷൻസും അവർ ഹൈഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇനിഷ്യലൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് അവരുടെ ആ ഒരു ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏത് തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനകത്തൊരു ഫൈറ്റിംഗ് മോഡ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ ഒരു തീർച്ചയായിട്ടും ഒരു ഫൈറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സിൽ നിന്ന് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ പലരിലും കാണുന്ന കാര്യങ്ങൾ നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഒരു ക്ലിയർ പിക്ചർ എന്ന് പറയുന്നത് പോലെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ചില ആളുകൾ ഈ പറഞ്ഞതുപോലെയാണ്, എത്ര അടുപ്പമുള്ളവരാണ് അല്ലെങ്കിൽ എത്ര സ്നേഹിക്കപ്പെട്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഒരു അകൽച്ചയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അവർക്ക് വിഷമം ഇല്ല എന്ന് പുറമേ കാണിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അതിപ്പോൾ കുറച്ചൊരു അകൽച്ചയിൽ നിൽക്കുന്ന വ്യക്തികളോടാണ്, അല്ലെങ്കിൽ അങ്ങ് അത്ര അടുപ്പമില്ലാത്തവരോടാണെന്നുണ്ടെങ്കിൽ അതൊരു ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ബോണ്ടിങ് ഉണ്ടായിരുന്നവരോട് പോലും അങ്ങനെ കാണിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ
ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു റോങ് മെസ്സേജ് ആയിരിക്കും കിട്ടുന്നത്. ഇവർക്ക് ഞാനില്ലെങ്കിൽ ഓക്കെ ആണോ എന്നുള്ളൊരു ധാരണ അവർക്ക് വരാൻ തുടങ്ങും. പതിയെ പതിയെ അതൊന്നും കൂടി മനസ്സുകൾ തമ്മിൽ അകലാനായിട്ട് ഇടവരും. അതേസമയമുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ രണ്ടു പേർക്കും ഈസി ആയിട്ട് വരും. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി അതുപോലെ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പെട്ടെന്ന് വഴക്കൊക്കെ കൂടിക്കഴിഞ്ഞാൽ വിട്ടു തരാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് സമ്മതിച്ചു തരാനൊക്കെ കുറച്ച് പ്രയാസമുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ അവരുടേതായിട്ടുള്ളൊരു ബലംപിടുത്തം കാണാൻ കഴിയുന്നത്. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇന്നർ മൈൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെയധികം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചുറ്റപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവർ വിചാരിച്ചത്ര ഈസി അല്ല നിങ്ങളങ്ങോട്ട് പുറന്തള്ളി കളയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ അവരുടെ മനസ്സിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കുറച്ച് സമയം ക്യാമറ ഓഫായി പോയിരുന്നു. അപ്പം ചില ഭാഗങ്ങൾ ചിലപ്പോൾ റെക്കോർഡായിട്ടുണ്ടാവില്ല. ഇനി പറയുന്നത് ചിലപ്പോൾ റിപ്പീറ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു റോയിൽ കുറച്ചും കൂടി ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. മനസ്സിനകത്ത് ഒരു വിഷമമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് അമിതമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. വിട്ടുകളയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു രീതിയൊക്കെ ആളുടെ മനസ്സിനകത്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും വളരെ ഒരു ബോൾഡായിട്ട് അല്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു എനർജിയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ ഒരു മിഡ് റോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം അവർക്ക് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഒരു മയം വരിക എന്ന് നമ്മൾ പറയില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. മാത്രമല്ല ആ ഒരു വ്യക്തിയുടെ ഈഗോ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഒരു അഴവ് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ അവർക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ആംഗിളിൽ നിൽക്കുമ്പോഴും നിങ്ങളും അത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോയി അവരെ ഒട്ടും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ആദ്യമേ കണ്ട ആ ഒരു ബലംപിടുത്തം അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഫ്നെസ് ഒന്നും ഈ ഒരു റോയിലൊന്നും നമുക്ക് കാണാൻ കഴിയാത്തത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം നമുക്ക് കാണാം. അതുമാത്രമല്ല അവരുടെ ഒരു മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാനൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ആ ഒരു ഒരുമിച്ച് പോണം. ആ ഒരു കോപ്പറേറ്റീവ് മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജിയും കൂടി നമുക്കവിടെ കാണാം എന്നുള്ളതാണ്. അതായത് ഈഗോയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ തയ്യാറാകുന്ന മനസ്സ്, ഒന്ന് സംസാരിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങോട്ട് വന്ന് മിണ്ടാനായിട്ട് ഉള്ള ഒരു ആർജവം കാണിക്കുക. അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് വലിയൊരു ഈഗോയോ കാര്യങ്ങളോ തോന്നാത്ത ഒരു അവസ്ഥയൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു മാറ്റം ആ ഒരു വ്യക്തിക്ക് പിന്നീട് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര വാശിക്കാരനോ അല്ലെങ്കിൽ വാശിക്കാരിയോ ഒക്കെ ആയിരിക്കാം. അവർ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എത്ര സ്നേഹിക്കപ്പെടുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ താന്നു കൊടുക്കാനായിട്ട് കുറച്ചൊരു മടിയുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനിഷ്യൽ എനർജിയിലൊക്കെ നോക്കുമ്പോൾ അവർ ആ ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ പറയുന്ന പോലെ കുറച്ചൊരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലൊക്കെ പോയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. തോറ്റു തരാനുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് ഷെയർ ചെയ്യാനുള്ളൊരു മടി അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ചിലാണല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു യഥാർത്ഥ നിങ്ങളോടുള്ളൊരു സ്നേഹവും കാര്യങ്ങളും ഒരുപക്ഷെ ആ ഒരു പേഴ്സണ് പോലും റിയലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ ഒരു അവസരത്തിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു ഹെസിറ്റേഷൻ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഈഗോ ആയിക്കോട്ടെ, അതൊക്കെ ഒരു കുറവ് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങോട്ട് വന്ന് മിണ്ടാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ആ ഒരു പേഴ്സൺ എത്തുന്നതൊക്കെ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം. ചില റിലേഷൻഷിപ്പിലൊക്കെ ഈ പറഞ്ഞതുപോലെയാണ് നമ്മളുടെ പേഴ്സൻ്റെ ഒരു സ്വഭാവം വളരെ ഈഗോയിസ്റ്റിക് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുന്നിൽ നമ്മൾ താഴ്ന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഈഗോ ഹൈ ആയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ തന്നെ അവർ പോയിക്കൊണ്ടിരിക്കും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സ്നേഹം കൊണ്ടാണ് പലപ്പോഴും എനിക്ക് തോറ്റു തരുന്നത്. അല്ലെങ്കിൽ അവരെ എന്നോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് പറയാനില്ലാത്തത് കൊണ്ടല്ല എന്നവർ മനസ്സിലാക്കുന്നതിന് പകരമായിട്ട് അവർ ചിന്തിക്കുന്നത് ഞാനാണ് ശരി അല്ലെങ്കിൽ എൻ്റെ പാത മാത്രമാണ് ശരി. ഞാനാണ് ഇവിടെ സ്ട്രോങ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള നേച്ചർ അവരെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ഒരുപാട് താഴ്ന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ അതിനകത്ത് കുറവായിരിക്കും. പക്ഷെ ഒരിക്കലും ആ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അത് നമ്മളുടെ ആ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗിവ് ആൻഡ് ടേക്കിലേക്ക് പോകാൻ. പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയാണ് ആ ഒരു പേഴ്സൺ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടി അങ്ങോട്ട് എങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മളുടെ ഒരു കാര്യങ്ങൾ അവരോട് പറയണം എന്നുള്ളത് നോക്കി നമ്മൾ പ്രവർത്തിക്കേണ്ടത്.
അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് തീർച്ചയായിട്ടും മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോടൊരു അട്രാക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിലേക്ക് വരാനുള്ള ഒരു എനർജി തോന്നുന്നത് എപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ്. കാരണം നമ്മളുടെ കാര്യങ്ങൾക്ക് കൂടുതലൊരു പ്രിഫറൻസ് കൊടുക്കുക. നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്? നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മളെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള വേറെ ആരും ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവണമെന്നില്ല. കാരണം അവനവൻ എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ എനിക്കെന്താണ് ഇഷ്ടം? ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. വേറൊരാൾക്കും അത്രയും ക്ലിയറായിട്ട് നമ്മളെ അറിയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മളാണ്. അതിന് ശേഷമാണ് വേറൊരാൾ നമ്മളെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് തന്നെ. ഇപ്പം നമ്മൾ ചില കമൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഉണ്ട്. ആ വ്യക്തി സ്ഥിരം ഇടുന്ന കമൻറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ളൊരു നിരാശ കൊണ്ടോ എന്തോ എന്നെ ആർക്കും ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാനെപ്പോഴും ഒറ്റയ്ക്കാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ള എല്ലാ കമൻസിലും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് വീഡിയോ ആയിക്കോട്ടെ അതിൻ്റെ എല്ലാ കമൻസിൽ സ്വന്തമായിട്ടുള്ളൊരു നൈരാശ്യം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ഉയർച്ചയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളത് റിട്ടേൺ ആയിട്ട് എഴുതുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യമായിക്കോട്ടെ, ഇതിനെല്ലാം നമ്മളുടെ ആ ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മളതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ ഉയരില്ല, നമ്മൾ നന്നാവില്ല, നമ്മളാരും സ്നേഹിക്കില്ല. അപ്പോൾ അതാണ് അവിടെ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ ആ ഒരു കാര്യമാണ് അവിടെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ അങ്ങനെയുള്ളവരുടെ ചില കമൻറ്റ്സും കാണാറുണ്ട്. ഇപ്പോൾ ഒരാൾ വിഷമിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും, സക്സസ് വരും, അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി അത് വായിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ? അതായത് ഇപ്പോൾ ആ ഒരു പേഴ്സൺ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇത് കാണുമ്പോൾ പരസ്പരം അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയിൽ നിന്നുള്ളൊരു പോസിറ്റീവ് എനർജി അവരിലേക്കും ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്യാണ്. അപ്പോൾ അവർക്കത് വളരെയധികം മാനസികമായിട്ടുള്ളൊരു സന്തോഷം, ചിലപ്പോൾ ആ ഒരു ഡേ മുഴുവൻ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ആ കാര്യം മതി. അവർക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. അതേസമയം ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട്, ഓ ഇതൊന്നും വർക്കാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ ഇങ്ങനെ തന്നെ ആവുള്ളൂ, എനിക്കിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, ആ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഒരാൾക്ക് ഒരു റിപ്ലൈ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പേഴ്സണിലേക്കും ആ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ നന്നായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും ഇത് കാണുമ്പോൾ മുന്നോട്ട് പോകാനുള്ള അവരുടെ ഒരു എനർജിക്ക് അവിടെ തടസ്സം വരുവാണ്. അവരും അതേപോലെ തന്നെ ആ ഒരു ലാഗിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിലേക്ക് പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ നമ്മളുടെ ഓരോ കാര്യത്തിനും അത്രത്തോളം പവറുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളുടെ ഒരു വാക്ക് ചിലപ്പോൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അതല്ല നല്ല കാര്യം. വേറൊരാളെ വേദനിപ്പിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് മറ്റൊരാൾക്കൊരു പോസിറ്റിവിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യം എഴുതുമ്പോൾ പോലും നമുക്കെപ്പോഴും മോശമാണേ അങ്ങനെ അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മളിലേക്ക് വന്നു ചേരുന്നതും ആ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ദോഷ സമയമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കുന്ന നമ്മളുടെ ഒരു കർമ്മഫലമായിരിക്കാം. അല്ലാതെ വെറുതെ നമ്മളിലേക്കൊന്നും വരില്ലല്ലോ. അപ്പോൾ അത് കൂടി നമ്മളവിടെ റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്നൊരു ആവശ്യമുണ്ട്. നമ്മുടെ ലൈഫിൽ മാറ്റം വരും. ഞാൻ ആ മാറ്റം നേടിയെടുക്കും. എനിക്കത് ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്തു നിന്നാണ് ആ ഒരു മാറ്റം ആരംഭിക്കുന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെ ആവും, എൻ്റെ ലൈഫ് ഇങ്ങനെ പാഴായി പോവും എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇത്രയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വളരെ സ്റ്റിഫായിട്ടിരിക്കുന്നു, ബലം പിടിച്ചിരിക്കുന്നു, നിങ്ങൾ പോയതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് നിങ്ങൾ പോകുമ്പോൾ ആ ഒരു പേഴ്സൺ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ളൊരു നല്ലൊരു ചേഞ്ച് തന്നെയാണ് എന്ന് തന്നെ പറയാം. അതുപോലെ പിന്നീടുള്ള എനർജീസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അവസ്ഥ കാണാം. ഇവിടെയൊക്കെ മെച്യൂരിറ്റിക്ക് പകരം ചിലപ്പോൾ ഏജ് വൈസ് മെച്യൂർ ആയിരിക്കാം, എങ്കിലും പെരുമാറ്റത്തിൽ വളരെയധികം ഇമ്മച്യൂറായിട്ട് വളരെയധികം ധാർഷ്ട്യം കാണിക്കുന്ന ഒരു അവസ്ഥയും ഒക്കെയാണ് അവിടെ നമുക്ക് കാണുന്നതെങ്കിൽ ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പോരായ്മ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഈ ഒരു പേഴ്സൺ വരുന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, ചിലർക്ക് വൈകിയ ബോധം ഉദിക്കൂ എന്ന് പറയുന്ന പോലെയുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഈ ഒരു പേഴ്സൺ ഉണ്ടാവും എന്നുള്ളതാണ്. തുടക്കത്തിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ശാഠ്യവും ബലം പിടുത്തവും, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോട്ടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചാലും ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്നുള്ള ഒരു അകൽച്ചയിൽ അവർക്ക് തന്നെ ഒരു റിയലൈസേഷൻ വരും. നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്ന ഒരു അവസ്ഥ വരും. കാര്യങ്ങൾ കുറച്ചും കൂടി ആ ഒരു ഈഗോയൊക്കെ വെടിഞ്ഞ് പക്വമായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നൊരവസ്ഥ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ചിലവർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ബെഗ് ചെയ്ത് പുറകെ നടക്കുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഞാനെന്ത് സംഭവം കൊണ്ടാണ് അവരെൻ്റെ പുറകെ വരുന്നതെന്നുള്ളൊരു
ഐഡിയോളജി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അവർക്ക് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കുന്നത്. അതില്ലാതെ വരുമ്പോഴാണ് ഞാനില്ലെങ്കിലും ആ പേഴ്സണ് ജീവിക്കാം, അല്ലെങ്കിൽ അവരെ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് അവർ കാണിച്ചിരുന്നത് തീർച്ചയായിട്ടും സ്നേഹം കൊണ്ട് തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഈ പറഞ്ഞതുപോലെ പിന്നീടായിരിക്കും പലർക്കും വരുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റുള്ള എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതെ, ഇവിടെ ആ ഒരു വെയിറ്റിംഗ് ആൻഡ് പ്ലാനിങ് എനർജി കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ലവേഴ്സ് എനർജിയാണ് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു പേഴ്സൺ ശരിക്കും അതിൻ്റെ ഒരു റിയലൈസേഷൻ മനസ്സിലാക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നല്ലതുപോലെ ഒരു സമയം എടുത്താണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്ത് വളരെ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എന്തായിരുന്നു എന്ന് ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ഒരു ആക്ഷൻ എടുത്ത് വരാനാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ശ്രമിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാം. ആ ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ജെനുവിനിറ്റി എന്താണോ അത് മനസ്സിലാക്കി വരാൻ സാധിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇവർക്ക് പോകെ പോകെ ദേഷ്യമല്ല വരുന്നത്. പോകെ പോകെ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ ഒരു ഇൻറ്റിമസിയിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതേ ഒരു കാര്യത്തിന് വേണ്ടി സ്പ്രെഡ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അവരവരുടെ വഴിയിലേക്ക് പോകുന്ന സ്പ്രെഡ് നമുക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് അവർക്ക് വളരെ ദേഷ്യം, അല്ലെങ്കിൽ പിന്നീട് ഒരു നിങ്ങളോടുള്ള ഒരു വാശിയൊക്കെ തോന്നുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാജ്വലി ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യണം. നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഈഗോ എല്ലാം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് സീരീസ് സജിറ്റേറിയസ്, ജെമിനി ആൻഡ് കാപ്രിക്കോൺ. ഇനി ഇതുപോലെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 4, നമ്പർ 6, നമ്പർ 14 ആൻഡ് നമ്പർ 15. അപ്പോൾ റീഡിങ്ങിനകത്ത് നമുക്ക് ഇത്തരത്തിൽ കാണാൻ കഴിഞ്ഞുകൊണ്ട് എന്നാൽ ഇതിനകത്ത് എൻ്റെയും ഒരു എനർജി ഉണ്ട്, എന്നാൽ ഞാനും പോയിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞേക്കാം, അവർ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ് പോകരുത്. കാരണം ജനറൽ റീഡിങ് നമ്മളെപ്പോഴും ഒരു ഗൈഡൻസ് ആയിട്ടാണ് എടുക്കേണ്ടത്. നമ്മളൊരു ആക്ഷൻ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം, അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം ആക്ഷൻ എടുക്കാനുള്ള സമയമാണോ, അങ്ങനെ നമ്മൾ ചെയ്ത റിസൾട്ട് ഉണ്ടാവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാത്രം എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ചൊരു ചർച്ചയില്ലായ്മയൊക്കെ ഉള്ളവരുടെ ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്, ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.